മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ ഫസ്റ്റ് ടൗൺ റിപ്പോർട്ടർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന് ജാമ്യം. കർശന ഉപാധികളോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക പടി കേസിൽ മാത്രമാണ് ശ്രീകുമാർ പ്രതി. പോറ്റിക്ക് പാളികൾ കൈമാറിയപ്പോഴും തിരികെ കൊണ്ടുവന്നപ്പോഴും ശ്രീകുമാറായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇതിപ്പോ ഓരോരുത്തരായി പുറത്തിറങ്ങുകയാണല്ലേ? റോഷിനി, എസ് ശ്രീകുമാറിന് കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇപ്പോൾ എന്തായാലും ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അറസ്റ്റിലായി 43-ാം ദിവസമാണ് ശ്രീകുമാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. സ്വാഭാവിക ജാമ്യമല്ല മറ്റു പ്രതികളെ പോലെ ശ്രീകുമാറിന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ചില കാര്യങ്ങൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. അതായത് ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം സന്നിധാനത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇദ്ദേഹം സന്നിധാനത്തേക്ക് എത്തുന്നത്. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ചില പേപ്പറിൽ ഈ ദ്വാരപാലകപ്പാളിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ചില പേപ്പറുകൾ മാത്രമാണ് ശ്രീകുമാർ ഒപ്പിട്ട് നൽകിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യത്തിന് അർഹതയുണ്ട്. അദ്ദേഹം ഇതിൽ നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടില്ല എന്നൊരു കാര്യമാണ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് കൊല്ലം വിജിലൻസ് കോടതി എന്തായാലും അദ്ദേഹത്തിന് 43-ാം ദിവസം ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ മുരാരിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയൊക്കെ കാര്യം പരിശോധിക്കുമ്പോൾ ഇവരൊക്കെ തന്നെ 90 ദിവസം പൂർത്തിയായി കുറ്റപത്രമില്ല എന്ന ആനുകൂല്യത്തിന്റെ പുറത്താണ് ജാമ്യം അനുവദിച്ചതെങ്കിൽ ശ്രീകുമാറിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് SIT ഉന്നയിച്ച ആരോപണങ്ങളിൽ, ആക്ഷേപങ്ങളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. അദ്ദേഹം കുറ്റവാളിയല്ലെന്ന പ്രാഥമികമായൊരു വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവിക നീതി എന്ന നിലയിൽ കോടതി നിലവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ശ്രീകുമാർ തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കർശനോപാധികളോടെ ആണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യ ഉത്തരവ് ഉൾപ്പെടെ അല്പസമയത്തിന് തന്നെ പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിക്കരുത്, പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, ഈ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന തരത്തിൽ ഇടപെടരുത് ഉൾപ്പെടെയുള്ള ജാമ്യ വ്യവസ്ഥകളാണ് കോടതി നിലയിൽ വെച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി പുറത്തേക്കിറങ്ങുന്നു. ശബരിമലയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് പുറത്തിറങ്ങുന്നത്. കോടതി നൽകിയിരിക്കുന്നത് സ്വാഭാവിക ജാമ്യമല്ല എന്നൊരു പ്രത്യേകത കൂടി ഈ കേസിലുണ്ട്. റോഷിനി, ശരി, AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.